ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹലോ, വെൽക്കം ടു മൈ ബർത്ത്ഡേ വ്ളോഗ്. ശരിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടു. ഞാൻ ഇന്ന് ഒരുങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അയ്യോ, ചെരുപ്പ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് എൻ്റെ ബ്രദറിൻ്റെ മാരേജിൻ്റെ റിസപ്ഷന് ഞാൻ ജസ്റ്റ് തയ്പ്പിച്ചെടുത്താണ്. വലിയ റേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു വൈറ്റ് ഒന്ന് അവിടെ ഒരു ബ്ലാക്ക് കളർ മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗൗണ് തയ്ക്കാൻ തോന്നി. അങ്ങനെ അതിന് പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഫോട്ടോയൊക്കെ ഞാൻ റെഫറൻസ് കൊടുത്തിട്ട് തയ്പ്പിച്ചെടുത്തതാണ്. അപ്പം ഞാനത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ എന്തായാലും ബർത്ത്ഡേക്ക് നമ്മൾ ഒരു സന്തോഷമാണല്ലോ. വയസ്സ് 30 കഴിഞ്ഞെങ്കിലും നമുക്ക് ആഘോഷിക്കാം. അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമല്ലോ ലൈഫിൽ. ഈ ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. കേക്കൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരുങ്ങിയിട്ട് തന്നെ കട്ട് ചെയ്യാം, നല്ല രീതിക്ക് ഒരുങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരുങ്ങിയത്. കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തത്. ഇവിടെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ലുക്ക് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എൻ്റെ സ്വന്തം ബർത്ത്ഡേക്കുള്ള സ്വന്തം കേക്ക് കട്ട് ചെയ്യാം. ഹായ്, ഇന്ന് ഷാമിലിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം കേക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ബട്ട് ഞാനൊരു കേക്കൊക്കെ മേടിച്ചു. ചെറിയൊരു സർപ്രൈസ്, വേറൊന്നുമില്ല, കേക്ക് മാത്രം. കേക്ക് കട്ടിങ് ഉള്ളി. അപ്പം പോയി സർപ്രൈസ് ചെയ്തിട്ട് വരാം. കേക്ക് മുറിക്കാം. ചേട്ടൻ കേക്ക് തുറക്കുവാണ്. എന്താ ചേട്ടാ കേക്ക്? ഇതാണ് നമ്മുടെ കേക്ക്. ഇത് തന്നെ ആര് കഴിക്കുമെന്ന് അറിയത്തില്ല. ഇത് ഏതാ ഫ്ലേവർ? ഹണി കേക്ക്. ഹണി കേക്ക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇത്രയും കഴിക്കത്തില്ല. ഞാൻ ഒരു കേക്ക് ലവർ അല്ല. ഹാപ്പി ബർത്ത്ഡേ. ഇതെടുക്കുന്നു. ബർത്ത്ഡേക്കുള്ള ഒരു അലങ്കോലപ്പണികൾ ഓൾറെഡി ബർത്ത്ഡേ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയായിരുന്നല്ലേ? പിന്നെ ചേട്ടൻ പിന്നെ ഇത് മെഴുകാണോ? അല്ലല്ലോ. ചേട്ടൻ കത്തിക്കുന്നു, ഞാൻ കെടുത്തുന്നു. ഒന്ന് മതിയോ? ഒന്ന് പോരെ? AC ഓഫ് ചെയ്ത് തരാം. ശരിക്കും ഒരു 10-30+ വേണമായിരുന്നു. ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. നമ്മളിത് വേണ്ടെന്ന് വെക്കണ്ടല്ലോ. ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്, പക്ഷെ ചേട്ടൻ പോയി മേടിച്ചോണ്ട് പോകും. എനിക്ക് പക്ഷെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനാണ് ഇഷ്ടം ബർത്ത്ഡേസിനെക്കാളും. முடிவும் நீ மூன்று காலம் நீ கடல் நீ கரையும் நீ காற்று கூட நீ மனதோரம் ஒரு காயம் உன எண்ணாத நாளில்லையே நானாக நானும் இல்லையே வழியெங்கும் பல பிம்பம் அதில் நான் சாயத்தோடில்லையே உன் போல யாரும் இல்லையே തീരാ കട്ടിങ് കഴിഞ്ഞു. വിചാരിക്കുന്നുണ്ടാവും എന്താണ് ക്യാൻഡിൽ കെടുത്താത്തത്. ഞങ്ങൾ ക്യാൻഡിൽ അങ്ങനെ ഒരിക്കലും മറന്നുപോയതല്ല. വന്ന കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണ്. നാളെ ആർക്കെങ്കിലും കൊടുക്കാം. എന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ പാർട്ടി. ഫുഡ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് എന്റെ മുഖമൊക്കെ വൃത്തികേടായിട്ടിരുന്നപ്പോഴാണ് ജിതിശരം കേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ഫേസ് ബ്ലർ ചെയ്യും. കാരണം വിയർത്ത് എന്തോ പോലെ ഇരിക്കുന്ന ഫേസ് എനിക്ക് തന്നെ കാണുമ്പോ എന്തോ പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ബ്ലർ ചെയ്ത് കാണിക്കായിരുന്നു സർപ്രൈസ് വീഡിയോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു ലോകത്തിലെ കുഞ്ഞു സന്തോഷമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഞങ്ങള് കല്യാണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ രണ്ടുപേരും കൂടി. പിന്നെ ഒരു ബർത്ത്ഡേ അങ്ങനെ കിട്ടിയിട്ടില്ല. ഓർമ്മയുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ എന്റെ ബർത്ത്ഡേ 2-3 വന്നിട്ടുണ്ടെന്ന്. കോവിഡിന്റെ ടൈമിലാണ് നാട്ടിലുള്ളപ്പോ വന്നിട്ടുണ്ട്. ബർത്ത്ഡേസ് അങ്ങനെ കൂടുതൽ ആ സമയമാകുമ്പോ പോവും. ചിലപ്പം ലീവിന് ഇങ്ങോട്ട് ചേട്ടൻ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഒരുമിച്ചുള്ളപ്പം ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്, ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. പക്ഷെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ചേട്ടൻ വന്നപ്പോ ഒരു 10 മണി അല്ലെ, ആ സമയം ഒരു 9-10 മണിയൊക്കെ ആയി. പിന്നെ എന്താഘോഷിക്കാനാണ്, കിടന്നുറങ്ങാനുള്ള സമയമല്ലേ ഉള്ളൂ. അപ്പൊ ചെറുതായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ബർത്ത്ഡേ എനിക്ക് വീട്ടിലുള്ളപ്പോഴത്തേനും കേക്ക് കട്ട് ചെയ്യും. അച്ഛൻ രാവിലെ കാഡ്ബറിയുടെ ചോക്ലേറ്റ് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും.
അമ്മ പായസം വെക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓർഡർ ചെയ്ത് കൊണ്ടുവരട്ടെ. ഞാൻ എന്നിട്ട് നമുക്ക് എന്നിട്ട് ഫുഡ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത് കാണാം. കിട്ടി ഇത് ചിക്കൻ ടിക്കയാണ്, പൊറോട്ട, പിന്നെ ദിനീഷന്റെ ഫേവറേറ്റ് ആണ് ബീഫ് ഫ്രൈ. എത്ര നാളെ കഴിച്ചിട്ട് വർഷങ്ങളോ? കഴിഞ്ഞ ആഴ്ച തന്നെ വെച്ച് കഴിഞ്ഞ ആഴ്ച വീഡിയോ എടുപ്പുണ്ട്. ഡ്രൈയാ. സന്തോഷായോ? യൂട്യൂബില് മറ്റേ കൊല്ലത്തുള്ള മരുന്ന് ബീഫിന്റെ വീഡിയോ കണ്ടത് ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ പോകുമ്പോ കഴിക്കാം. അപ്പോൾ സലാഡ് ഇത്രേ ഉള്ളു കേട്ടോ വ്ളോഗ്. ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് നാളത്തേക്കുള്ള കുറച്ച് പാത്രം കിടപ്പുണ്ട്, അപ്പൊ അതെല്ലാം കഴുകി വെക്കണം. കാണിക്കുന്ന പാത്രം കിടപ്പുണ്ടെന്ന് ചേട്ടനല്ലേ പാത്രം. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന ഈ അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി കൂടുതലാ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.